ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കോന്നി ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജലയാത്രയിലാണ്. കൊട്ടവഞ്ചിയിലൂടെയുള്ള യാത്ര, കല്ലടയാറ്റിൽ കൂടി. കല്ലാറാണ് കോന്നി വനപ്രദേശം. ഈ കാണുന്ന വനപ്രദേശത്തിലൂടെയാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ നിർദ്ദേശങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡാണിത്. അടവി ഇക്കോ ടൂറിസം എന്നാണ് ഇതിന് പറയുന്നത്. അടവി എന്ന് പറഞ്ഞാൽ വനപ്രദേശം. കണ്ടോ കൊട്ടവഞ്ചികളൊക്കെ കമഴ്ത്തി വെച്ചിരിക്കുന്നത്. ഇതിലെ താഴോട്ട് പോയാൽ കല്ലാറായി. ഊഞ്ഞാലാട്ടം പിന്നെ വളരെ രസമുള്ള കാര്യമാണല്ലോ, അത് അവിടെയുമുണ്ട്. ചുറ്റുമുള്ള നല്ല പൂന്തോട്ടത്തിൽ നിന്ന് നമുക്ക് ഫോട്ടോയും എടുക്കാം. ഇത് അവിടുത്തെ ഒരു കൊച്ചു മുളങ്കാടാണ്. അവിടെ നമുക്ക് ഇരിക്കുകയും ചെയ്യാം, വിശ്രമിക്കുകയും ചെയ്യാം. നല്ല രസമാണ്. ടൂറിസത്തിൻ്റെ മുളങ്കാടാണ്. മുറ്റമാണ്, ഭംഗിയുള്ള മുറ്റം. ഇങ്ങനെ മുളങ്കാട് പോലെ ആക്കിയിട്ട് അതിനകത്തിരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്യാം. ഇതൊരു തരം ഓർണമെൻ്റൽ ബാമ്പു ആണ്. ഒത്തിരി നോട്ട്സ് അടുത്തടുത്തുള്ള കാണാൻ നല്ല ഭംഗിയുള്ള സ്റ്റെമ്മാണ് അതിൻ്റെ. ഇതിന് ഇല്ലി എന്നും പറയും, ഇല്ലി, ഈറ എന്നൊക്കെ പറയുന്നതാണ്. വെർണക്കുലർ നെയിം എപ്പോഴും വേറെ വേറെ ആയിരിക്കുമല്ലോ. ഇല്ലി അനങ്ങുന്ന, കാറ്റത്ത് ഇല്ലി അനങ്ങുന്ന ശബ്ദം കേൾക്കാൻ നല്ല രസമല്ലേ. ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ലാത്ത ഒരാളുണ്ട്. അത് ചുമ്മാ കമൻസ് പറയുന്നുണ്ട്. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നീട്ടാനാണ് അവർ കയ്യിൽ നിന്ന് മേടിച്ചത്. നമ്മളെ കടിക്കത്തൊന്നുമില്ല. നമ്മൾ ഉപദ്രവിച്ചാലല്ലേ മുറുക്കി പിടിച്ചു ചോടി വന്നെടുത്ത് മേടിച്ചോണ്ട് അതിന് പാടുന്ന മക്കളെ. നമ്മൾ അറിയത്തോലില്ല അത് വരുന്നത്. ഭയങ്കര സ്പീഡിൽ വരും. ഹലോ. അതാ കയറിയിരിക്കുന്ന മരമാണ് കമ്പകം. രണ്ടെണ്ണം ഉണ്ട്, മുകളിൽ ഒരെണ്ണം ഉണ്ട് കമ്പകത്തേല്. ഇതെന്നാന്നാ പറഞ്ഞ? ഇതെന്നാന്നാ പറഞ്ഞ? ഇളുപ്പ. നല്ല ഭംഗിയുണ്ട് ഇളുപ്പ. ഇളുപ്പയിലുള്ളതൊന്നും ഞാൻ കണ്ടില്ല. അതാണ് ചാരെന്ന് പറയുന്ന മരം, ദേഹം പൊള്ളിക്കുന്നത്. ചിലര് അത് തൊട്ടാൽ ചാരയിലാണല്ലോ ഇവരൊക്കെ കയറിയിരിക്കുന്നത്. ചാരിൻ്റെ അടുത്ത് താന്നിയും കാണും. 5-6 കുരങ്ങന്മാരെ കാണുന്നുണ്ട്. ചാര്, താന്നി, ഉങ്ങം, കാഞ്ഞങ്ങാടൊക്കെ കൂടുതൽ കാണുന്ന, വഴി സൈഡിൽ കൂടുതൽ കാണുന്ന ഒരു മരമാണ് ഉങ്ങം. അതിൻ്റെ സീഡ്സിൽ നിന്ന് എണ്ണ എടുക്കും അത്രേ. തീരെ ചെറിയ കുരങ്ങുകളാണ് ഇവിടുത്തെ. അധികം വലിപ്പം വെക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇതിലും വലിയ കുരങ്ങുകളെ കണ്ടിട്ടുണ്ടോ ഇവിടെ? അതോ ഇതെല്ലാം തന്നെ കുഞ്ഞുങ്ങളാണോ? രണ്ടുപേരും ഒരെണ്ണം തന്നെ എടുക്കണ്ടായിരുന്നു. ഞാനെന്നാ നിർത്താം. ഉങ്ങം ഒരു കാട്ടുമരമാണ് കേട്ടോ. ഇവിടെയും ഉണ്ട് ഉങ്ങം. രണ്ടുപേരും
ഇതല്ലല്ലോ എടുക്കണം അല്ലേ? നമ്മളിപ്പോൾ തിരിച്ചു പോകലായി. വന്യജീവികളൊക്കെ പിടിച്ചു കിടക്കാൻ ചാൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കിടക്കണമെന്നൊക്കെ അവിടെ ബോർഡ് എഴുതിയിട്ടുണ്ട്. പിന്നെ 4 മണിക്ക് 6 മണിക്ക് ശേഷമൊക്കെ വന്യജീവികൾ ഇറങ്ങാറുള്ളൂ എന്നാണ് ആറളം ഫാമിൽ അന്ന് പോയപ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞത്. ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ വരാൻ തന്നെ ഇങ്ങനെ വരുമോ എന്ന് തന്നെ അറിയില്ല. ചിലപ്പം വന്നേക്കുമായിരിക്കും. അങ്ങനെ ദുര്യോഗങ്ങൾ പേടിച്ചിരിക്കുന്നവരൊന്നുമല്ല. വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് കുറവാണ്. ഇപ്പോൾ സീസൺ കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ല, ഏപ്രിൽ തുടങ്ങിയതല്ലേ ഉള്ളൂ. 5:30 വരെയല്ലേ അവിടെ ബോട്ടിംഗ് ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അങ്ങോട്ട് വാഹനം കുറവ്. And thank you all.